ഹോസിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. ഹോസിയയുടെ മക്കൾ ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവർ യൂദായുടെയും യോവാഷിന്റെ മകൻ ജെറോബോവാം ഇസ്രായേലിന്റെയും രാജാക്കന്മാരായിരുന്ന കാലത്തെ ബേരിയുടെ മകൻ ഹോസിയയ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിന്റെ തുടക്കം. അവിടുന്ന് അരുളിച്ചെയ്തു, നീ പോയി ഒരു വേശ്യയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക. കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. അവൻ പോയി ദിബ്ലായിമിന്റെ പുത്രിയായ ഗോമറിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് ഹോസിയയോട് പറഞ്ഞു, അവന് ജസ്രേൽ എന്ന് പേരിടുക. കാരണം ജസ്രേലിലെ രക്തച്ചൊരിച്ചിലിന് യേഹൂവിന്റെ കുടുംബത്തെ താമസമെന്നേ ഞാൻ ശിക്ഷിക്കും. ഇസ്രയേൽ ഭവനത്തിന്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും. അന്ന് ജസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ല് ഞാൻ ഒടിക്കും. അവൾ വീണ്ടും ഗർഭം ധരിച്ച ഒരു പുത്രിയെ പ്രസവിച്ചു. കർത്താവ് ഹോസിയയോട് അരുളിച്ചെയ്തു, നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക. കാരണം ഞാൻ ഇസ്രായേൽ ഭവനത്തോട് ഇനി കരുണ കാണിക്കുകയോ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയോ ഇല്ല. എന്നാൽ യൂദാ ഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും. വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിരപ്പട്ടാളമോ അല്ല, അവരുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും. കരുണ ലഭിക്കാത്തവളുടെ മുലകുടി മാറിയപ്പോൾ ഗോമർ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അരുളിച്ചെയ്തു, അവന് എൻ്റെ ജനമല്ല എന്ന് പേരിടുക. കാരണം നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല. എങ്കിലും ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അപരിമേയവും സംഖ്യാതീതവുമാകും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞതിന് പകരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രർ എന്ന് അവരെപ്പറ്റി പറയപ്പെടും. യൂദായിലെയും ഇസ്രായേലിലെയും ജനം ഒന്നിച്ചു ചേരും. അവർ തങ്ങൾക്കായി ഒരു തലവനെ നിയമിക്കും. അവർ ദേശത്ത് പടർന്ന് ഐശ്വര്യം പ്രാപിക്കും. ജസ്രയേലിൻ്റെ ദിനം മഹത്വപൂർണമായിരിക്കും. അധ്യായം 2. അവിശ്വസ്തയായ ഭാര്യ. നിങ്ങളുടെ സഹോദരന്മാരെ എൻ്റെ ജനമെന്നും സഹോദരിമാരെ അവർക്ക് കരുണ ലഭിച്ചു എന്നും വിളിക്കുക. നിങ്ങളുടെ അമ്മയോട് വാദിക്കുക. വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു മാറ്റാനും അവളോട് വാദിക്കുക. അവൾ എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രാക്ഷേപം ചെയ്യും. പിറന്ന നാളിലെന്ന പോലെ അവളെ ഞാൻ നഗ്നയാക്കും. ഞാൻ അവളെ വിജനപ്രദേശം പോലെയും വരണ്ട നിലം പോലെയുമാക്കും. ദാഹിച്ചു മരിക്കാൻ ഞാൻ അവൾക്ക് ഇടവരുത്തും. അവളുടെ മക്കളോടും എനിക്ക് ദയ ഉണ്ടാവുകയില്ല. അവർ ജാരസന്തതികളാണ്. അവരുടെ അമ്മ പരസംഗം ചെയ്തു. അവരെ ഗർഭം ധരിച്ചവൾ ലജ്ജാകരമായി പ്രവർത്തിച്ചു. എനിക്ക് ഭക്ഷണവും വെള്ളവും കമ്പിളിയും ചണവസ്ത്രങ്ങളും എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും തരുന്ന കാമുകന്മാരുടെ പിറകെ ഞാൻ പോകുമെന്നവൾ പറഞ്ഞു. അതിനാൽ ഞാൻ അവളുടെ പാത മുള്ളുവേലി കെട്ടി അടയ്ക്കും. അവൾക്ക് വഴി കണ്ടെത്താനാവാത്ത വിധം അവൾക്കെതിരെ മതിൽ കെട്ടി ഉയർത്തും. അവൾ കാമുകന്മാരെ പിന്തുടരും, എന്നാൽ ഒപ്പം എത്തുകയില്ല. അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അപ്പോൾ അവൾ പറയും, ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങും. ഇന്നത്തേക്കാൾ ഭേദമായിരുന്നു അന്ന്. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവർ ബാലിനർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ടവളെ സമ്പന്നയാക്കിയതും ഞാനാണെന്നവൾ മനസ്സിലാക്കിയില്ല. അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും. നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്തിരുന്ന കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും. അവളുടെ കാമുകന്മാരുടെ കൺമുൻപിൽ വെച്ച് ഞാൻ അവളുടെ നഗ്നത അനാവൃതമാക്കും. എൻ്റെ പിടിയിൽ നിന്ന് ആരും അവളെ രക്ഷിക്കുകയില്ല. അവളുടെ ഹർഷാരവങ്ങൾ, ഉത്സവങ്ങൾ, അമാവാസികൾ, സാപത്തുകൾ, നിർദ്ദിഷ്ടോത്സവങ്ങൾ എന്നിവയ്ക്ക് ഞാൻ അറുതി വരുത്തും. കാമുകൻ തന്ന പ്രതിഫലമെന്ന് അവൾ പറഞ്ഞിരുന്ന മുന്തിരിച്ചെടികളും അത്തിവൃക്ഷങ്ങളും ഞാൻ നശിപ്പിക്കും. അവയെ ഞാൻ വനമാക്കി മാറ്റും. വന്യമൃഗങ്ങൾ അവ തിന്നൊടുക്കും. സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ച് ബാൽദേവന്മാരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചതിനും എന്നെ മറന്ന കർണാഭരണങ്ങളും കണ്ടാഭരണങ്ങളും അണിഞ്ഞ് കാമുകന്മാരുടെ പിറകെ പോയതിനും ഞാൻ അവളെ ശിക്ഷിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും.
ആഹോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും. എൻ്റെ ബാലെന്ന് നീ മേലിൽ വിളിക്കുകയില്ല. ബാൽ ദേവന്മാരുടെ പേരുകൾ അവളുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും. മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല. ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും. വില്ലും വാളും യുദ്ധവും ദേശത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും. സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ നിനക്കിടവരുത്തും. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമരുളും, ആകാശം ഭൂമിക്കും. ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും. അവ യിസ്രായേലിനും ഉത്തരം നൽകും. അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമാണ് എന്ന് ഞാൻ പറയും. അവിടുന്ന് എൻ്റെ ദൈവമാണെന്ന് അവർ പറയും. അധ്യായം 3. അവിശ്വസ്തയെ തിരിച്ചെടുക്കുന്നു. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, നീ പോയി ജാരപേക്ഷയുള്ളവളും വ്യഭിചാരിണിയും ആയ ഒരുവളെ സ്നേഹിക്കുക. മുന്തിരിയിടകൾ ഇഷ്ടപ്പെടുകയും അന്യദേവന്മാരുടെ പിറകെ പോകുകയും ചെയ്തിട്ടും ഇസ്രായേൽ ജനത്തെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ തന്നെ 15 ഷെക്കൽ വെള്ളിയും 1.5 ഹോമർ ബാർലിയും കൊടുത്ത് ഞാനവളെ സ്വന്തമാക്കി. ഞാൻ അവളോട് പറഞ്ഞു, ദീർഘനാൾ നീ എൻ്റേതായിരിക്കണം. നീ വ്യഭിചരിക്കരുത്, അന്യപുരുഷൻ്റേതാവരുത്. ഞാൻ നിനക്കും അങ്ങനെയായിരിക്കും. രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധനാസ്തംഭമോ യഹോദോ കുലദൈവങ്ങളോ ഇല്ലാതെ ഇസ്രായേൽ മക്കൾ ഏറെക്കാലം കഴിയും. പിന്നീട് അവർ തിരിച്ചു വന്ന തങ്ങളുടെ ദൈവമായ കർത്താവിനെയും രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ആ നാളുകളിൽ ഭയഭക്തികളോടെ അവർ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു വരും. അവിടുത്തെ കൃപയ്ക്ക് അവർ പാത്രമാകും. അധ്യായം 4. കർത്താവിൻ്റെ ആരോപണം. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്കൊരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. അതിനാൽ ദേശം വിലപിക്കുന്നു. അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു. വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു. എന്നാൽ ആരും തർക്കിക്കേണ്ട, കുറ്റപ്പെടുത്തുകയും വേണ്ട. പുരോഹിത, നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. പട്ടാപ്പകൽ നീ കാലിടറി വീഴും. പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറി വീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു. നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും. അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരായുള്ള അവരുടെ പാപവും പെരുകി. അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും. എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. അവരുടെ തിന്മ അവർ അത്യധികം കാംക്ഷിക്കുന്നു. പുരോഹിതനെപ്പോലെ തന്നെ ജനവും. അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും. അവർ ഭക്ഷിക്കും, തൃപ്തരാകുകയില്ല. പരസംഗം ചെയ്യും, പെരുകുകയില്ല. കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു. വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും. തടികഷ്ണത്തോടെ എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു. അവരുടെ ദണ്ഡ് അവർക്ക് പ്രവചനമരുളുന്നു. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. ഗിരിശൃംഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു. കുന്നിന്മേലും കരുവേലകത്തിൻ്റെയും പുന്നയുടെയും ആലിൻ്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു. അവയുടെ തണൽ സുഖം നൽകുന്നു. നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു. നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു. വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വ്യഭിചരിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല. കാരണം പുരുഷന്മാർ തന്നെ പരസംഗത്തിൽ ഏർപ്പെടുകയും ദേവദാസികളോടൊത്ത് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. അറിവില്ലാത്ത ജനം നശിക്കും. ഇസ്രായേലേ, നീ പരസംഗം ചെയ്യുന്നെങ്കിലും യൂദ ആ തെറ്റിൽ അകപ്പെടാതിരിക്കട്ടെ. ഗിൽഗാലിൽ പ്രവേശിക്കരുത്. ബഥാവനിൽ പോവുകയുമരുത്. കർത്താവാണ് എന്ന് ആണയിടരുത്. ദുശാഠ്യമുള്ള പശുക്കുട്ടിയെപ്പോലെ ഇസ്രായേൽ ശാഠ്യം പിടിക്കുന്നു. വിശാലമായ പുൽത്തകിടിയിൽ കുഞ്ഞാടിനെ എന്ന പോലെ കർത്താവിനവരെ മേയ്ക്കാനാവുമോ? എബ്രാഹിം വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നു. അവൻ മദ്യപന്മാരോടൊത്ത് കഴിയുന്നു. അവർ വ്യഭിചാരത്തിൽ മുഴുകുന്നു. മഹിമയേക്കാൾ മ്ലേച്ഛത കാംക്ഷിക്കുന്നു. കാറ്റിൻ്റെ ചിറകവരെ തൂത്തെറിയും. തങ്ങളുടെ ബലിപീഠങ്ങളെക്കുറിച്ച് അവർ ലജ്ജിക്കും. അധ്യായം 5. ജനത്തിനും നേതാക്കന്മാർക്കുമെതിരെ
പുരോഹിതന്മാരെ കേൾക്കുക, ഇസ്രായേൽ ഭവനമേ ശ്രദ്ധിക്കുക, രാജകുടുംബമേ ശ്രവിക്കുക. നിങ്ങളുടെ മേൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. നിങ്ങൾ മിസ്പായിൽ ഒരു കെണിയും താബോറിൽ വിരിച്ച വലയുമായിരുന്നു. ഷിത്തിമിൽ അവർ ആഴമേറിയ കുഴി കുഴിച്ചു. അവരെ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും. എബ്രാഹിമിനെ എനിക്കറിയാം. ഇസ്രായേൽ എന്നിൽ നിന്ന് മറഞ്ഞല്ല ഇരിക്കുന്നത്. എബ്രാഹിം, നീ പരസംഗം ചെയ്തു. ഇസ്രായേൽ മലിനമാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കൊടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. എബ്രാഹിം തൻ്റെ തിന്മയിൽ തട്ടി വീഴും. യൂദായും അവരോടൊപ്പം കാലിടറി വീഴും. തങ്ങളുടെ ആട്ടിൻപറ്റങ്ങളും കാലിക്കൂട്ടങ്ങളുമായി അവർ കർത്താവിനെ അന്വേഷിച്ചു പോകും. എന്നാൽ അവർ അവിടുത്തെ കണ്ടെത്തുകയില്ല. അവിടുന്ന് അവരെ വിട്ടകന്നിരിക്കുന്നു. അവർ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. അവർ ജാരസന്തതികൾക്കാണ് ജന്മം നൽകിയത്. അമാവാസി അവരെ അവരുടെ വയലുകളോടൊപ്പം വിഴുങ്ങും. സഹോദരർ തമ്മിൽ യുദ്ധം. ഗിബയായിൽ കൊമ്പ് വിളിക്കുവിൻ, റാമായിൽ കാഹളം മുഴക്കുവിൻ, ബഥാവിനിൽ പോർവിളി നടത്തുവിൻ. ബെഞ്ചമിൻ, യുദ്ധത്തിന് പുറപ്പെടുക. ശിക്ഷയുടെ ദിവസം എബ്രാഹിം വിജനമാക്കപ്പെടും. സുനിശ്ചിതമായ നാശമാണ് ഇസ്രായേൽ ഗോത്രങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുന്നത്. യൂദായുടെ നായകന്മാർ അതിർത്തിരേഖ മാറ്റുന്നവരെ പോലെ ആയിരിക്കുന്നു. എൻ്റെ ക്രോധം അവരുടെ മേൽ ഞാൻ വെള്ളം പോലെ ഒഴുക്കും. എബ്രാഹിം മർദ്ദകനാണ്. അവൻ നീതിയെ ചവിട്ടിമെതിക്കുന്നു. മിഥ്യയെ പിന്തുടരാൻ അവൻ ഉറച്ചിരിക്കുന്നു. എബ്രാഹിമിന് ഞാൻ കീടം പോലെയാണ്, യൂദാ ഭവനത്തിന് വ്രണം പോലെയും. എബ്രാഹിം തൻ്റെ രോഗവും യൂദാ തൻ്റെ മുറിവും കണ്ടപ്പോൾ എബ്രാഹിം അസീറിയയിലേക്ക് തിരിഞ്ഞ് മഹാരാജാവിൻ്റെ അടുത്തേക്ക് ആളയച്ചു. എന്നാൽ നിങ്ങളെ സുഖപ്പെടുത്താനോ നിങ്ങളുടെ മുറിവ് ഉണക്കാനോ അവന് സാധിക്കുകയില്ല. ഞാൻ എബ്രാഹിമിനൊരു സിംഹത്തെപ്പോലെയും യൂദാഭവനത്തിനൊരു യുവസിംഹത്തെപ്പോലെയും ആയിരിക്കും. ഞാൻ തന്നെ അവരെ ചീന്തിക്കളയും. ഞാൻ അവരെ ഉപേക്ഷിച്ചു പോകും. ഞാൻ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. ആർക്കും അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല. അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യഥയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും. അധ്യായം 6. ആത്മാർത്ഥതയില്ലാത്ത അനുതാപം. അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു. അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു. അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എബ്രാഹിം, ഞാൻ നിന്നോട് എന്തു ചെയ്യും? യൂദാ, ഞാൻ നിന്നോട് എന്തു ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞുപോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടി വീഴ്ത്തി. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു. എൻ്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു. അവിടെ വെച്ച് എന്നോട് അവർ അവിശ്വസ്തത കാണിച്ചു. ദുഷ്കർമ്മികളുടെ നഗരമാണ് ഗിലെയാദ്. അവിടെ രക്തമൊഴുകിയ ചാലുകൾ കാണാം. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിതർ സംഘം ചേർന്നിരിക്കുന്നു. ഷെക്കമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു. അതെ, അവർ ഹീനകൃത്യം ചെയ്യുന്നു. ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു. എബ്രാഹിമിൻ്റെ പരസംഗം അവിടെയാണ്. ഇസ്രായേൽ മലിനമായിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുമ്പോൾ യൂദാ, നിനക്കും ഞാനൊരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അധ്യായം 7. ഇസ്രായേലിലെ ഉപജാപങ്ങൾ. ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്താനൊരുങ്ങുമ്പോൾ എബ്രാഹിമിൻ്റെ അഴിമതിയും സമരിയയുടെ അകൃത്യങ്ങളും വെളിപ്പെടും. അവർ വ്യാജമായി പെരുമാറുന്നു. കള്ളൻ അകത്തു കടക്കുന്നു. കവർച്ചക്കാരൻ പുറത്ത് കൊള്ള നടത്തുന്നു. അവരുടെ ദുഷ്കർമ്മങ്ങൾ ഞാൻ ഓർക്കുന്നുവെന്ന് അവർക്ക് ചിന്തയില്ല. അവരുടെ പ്രവൃത്തികൾ അവരെ വലയം ചെയ്തിരിക്കുന്നു. അവ എൻ്റെ കൺമുമ്പിലുണ്ട്. തങ്ങളുടെ ദുഷ്ടത കൊണ്ട് അവർ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു, വഞ്ചന കൊണ്ട് പ്രഭുക്കന്മാരെയും. അവർ വ്യഭിചാരികളാണ്. ചുട്ടുപഴുത്ത അടുപ്പ് പോലെയാണവർ. മാവ് കുഴയ്ക്കുന്നത് മുതൽ അത് പുളിക്കുന്നത് വരെ മാത്രമേ അതിൽ തീ ആളിക്കത്താതിരിക്കുകയുള്ളൂ. നമ്മുടെ രാജാവിൻ്റെ ഉത്സവദിനത്തിൽ പ്രഭുക്കന്മാർ വീഞ്ഞിൻ്റെ ലഹരിയിൽ ദഹിച്ചു. നിന്ദകരമായി അവൻ കൈകോർത്ത് പിടിച്ചു.
ഗൂഢാലോചന കൊണ്ട് അവരുടെ ഹൃദയം തീച്ചൂള പോലെ ജ്വലിക്കുന്നു. രാത്രി മുഴുവൻ അവരുടെ കോപം മങ്ങിക്കിടക്കുന്നു. പ്രഭാതമാകുമ്പോൾ അത് ആളിക്കത്തുന്നു. അവർ അടുപ്പ് പോലെ ചുട്ടുപഴുത്തിരിക്കുന്നു. തങ്ങളുടെ ഭരണാധിപന്മാരെ അവർ വിഴുങ്ങുന്നു. അവരുടെ രാജാക്കന്മാർ നിലം പതിച്ചു. അവരാരും എന്നെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ജനതകളുമായി ഇടകലർന്ന് മറിച്ചിടാതെ ചുട്ടെടുത്ത അപ്പമാണ് എഫ്രായിം. പരദേശികൾ അവൻ്റെ ശക്തി കാർന്നു തിന്നുന്നു. അവനതറിയുന്നില്ല. അവൻ്റെ മുടി നരച്ചു തുടങ്ങി. അവനതറിയുന്നില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. ഇതൊക്കെയായിട്ടും അവർ തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരിയുകയോ അവിടുത്തെ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. ബുദ്ധിയും വിവേകവുമില്ലാത്ത മാടപ്രാവിന് തുല്യമാണ് എബ്രാഹിം. അവൻ ഈജിപ്തിനെ സഹായത്തിന് വിളിക്കുന്നു. സിറിയയിൽ അഭയം തേടുന്നു. അവർ പോകുന്ന വഴി അവരുടെ മേൽ ഞാൻ വലവീശും. വായുവിലെ പക്ഷികളെ എന്ന പോലെ അവരെ ഞാൻ വീഴ്ത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കും. അവർ വഴിതെറ്റി എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അവർക്ക് ദുരിതം. അവർ എന്നെ എതിർത്തു. അവർക്ക് നാശം. ഞാൻ അവരെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ അവർ എനിക്കെതിരെ വ്യാജം പറയുന്നു. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. അവർ എന്നെ ധിക്കരിക്കുന്നു. ഞാനാണ് അവരുടെ കരങ്ങൾക്ക് പരിശീലനവും ശക്തിയും നൽകിയത്. എന്നിട്ടും അവർ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു. അവർ ബാലിലേക്ക് തിരിയുന്നു. അവർ ചതിക്കുന്ന ബില്ല് പോലെയാണ്. അവരുടെ പ്രഭുക്കന്മാർ തങ്ങളുടെ നാവിൻ്റെ ഔദ്ധത്യം നിമിത്തം വാളിനിരയാകും. ഈജിപ്തിൽ അവർ ഇതിനാൽ പരിഹാസ വിഷയമാകും.